Hi friends, now I am 25. I am working for Kerala Police. But now I want to quit my job. Not because I hate this job, but something feel different. This is just video how I feel about myself. How I got this job. ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് റിലേഷൻഷിപ്പ്. എന്റെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് പറയാം. +1 +2 കഴിയുന്നതോടുകൂടി ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവണം. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, എൻ്റെ കരിയർ എന്താണ്, എൻ്റെ ഗോൾസ് എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത് ആ സമയത്താണ്. ഇതിനു മുന്നേ ഒരിക്കലും ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ മൈൻഡിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോലി വേണം. അങ്ങനെയാണ് പോലീസ് ഞാൻ തിരഞ്ഞെടുത്തത്. +1 +2 നന്നായി പഠിച്ചുകൊണ്ട് എനിക്ക് ഒറ്റ ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടിയില്ല. അപ്പൊ തന്നെ ഞാൻ ചെയ്തത് നേരെ ഒരു PSC കോച്ചിങ് സെന്ററിൽ പോയി ചേർന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുകയാണെന്നത് ഡിഗ്രി വേണ്ടാന്ന് വെച്ചിട്ട് PSC കോച്ചിങ് ഇറങ്ങിയത്. 2017 ഞാൻ PSC പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 2023 ഒക്ടോബർ 30 ഞാൻ പോലീസ് ജോലിക്ക് കയറി. ഏകദേശം 6 വർഷം. ഈ 6 വർഷത്തിനിടയിൽ എനിക്ക് ഏജ് ആവാത്തതുകൊണ്ട് ഒരു എക്സാം മിസ്സായി. അതിനിടയിൽ കൊറോണ വന്നു, 2 ഘട്ട എക്സാം വന്നു. ഈ 6 വർഷമാണ് ഈ ജോലിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തത്. എൻ്റെ ആദ്യത്തെ ബ്രേക്കപ്പിന് ശേഷം എനിക്കുണ്ടായ ഒരു സെൽഫ് ഡൗട്ട്, ആ സംഭവം മാറിയത് ഈ ജോലി കിട്ടിയപ്പോഴാണ്. ലൈഫിൽ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നു, ഒരു ഗോള് സെറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, അത് അച്ചീവ് ചെയ്യുന്നു. ലൈഫിലെ തന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സമയം, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ആ ജോലി കിട്ടിയ സമയമാണ്. എൻ്റെ സെൽഫ് ഡൗട്ട് പോയിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയത് ഈ ജോലിയാണ്. നൗ വാട്ട് ചേഞ്ച്ഡ് മീ. ഞാൻ ഒരിക്കലും ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള പേഴ്സൺ അല്ല, ഒരു ഇന്റലിജന്റ് പേഴ്സൺ അല്ല. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയുള്ള ഒരാളാണ്. എൻ്റെ പേഴ്സണൽ ടൈം, എൻ്റെ പേഴ്സണൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാൾക്ക് പറ്റിയ പണിയല്ല. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും നല്ല രീതിയിൽ സെൽഫ് കൺട്രോൾ ഉള്ളവർക്ക് മാത്രം പറ്റിയ പണിയാണ് ഈ പോലീസ് എന്ന് പറയുന്നത്. എൻ്റെ ഇത്ര വർഷത്തെ പോലീസ് ജീവിതത്തിൽ നല്ല രീതിയിൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള, നല്ല രീതിയിൽ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലീസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഫോഴ്സിന്റെ വിജയം എന്ന് പറയുന്നത് നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള സേനാംഗങ്ങൾ ഉള്ളതാണ്. ഞാൻ ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എനിക്ക് ഈ ജോലി പറ്റുന്നില്ല, ഞാൻ നിർത്താൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ അവര്, നിനക്കൊക്കെ കഴപ്പാണ്, ഇവിടെ ഓരോരുത്തർ ജോലി പോലും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കണം, നിനക്കൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടിയതിന്റെ കഴപ്പാണെന്ന് പറഞ്ഞു. മേ ബി എനിക്ക് കഴപ്പായിരിക്കാം, but I'm not happy what I'm doing. That is the main reason to change. Why I want to quit. ഒരിക്കലും ഞാൻ മറ്റൊരാളാൽ കൺട്രോൾ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതൊരു ഗവൺമെന്റ് ജോലിയാണെങ്കിലും പ്രൈവറ്റ് ജോലിയാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാനുമുള്ള ഒരു പേഴ്സണൽ ഫ്രീഡം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലുപരി ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം. പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്പെക്റ്റഡ് ജോലിയാണ്, ഒരു റെപ്യൂട്ടേഷൻ ഉള്ള ജോലിയാണ്. അങ്ങനെ ആയിരുന്നു ഞാൻ ജോലിക്ക് കയറുന്നത് വരെ വിചാരിച്ചത്. ബട്ട് പോലീസ് എന്ന് പറഞ്ഞ ഒരു റെസ്പെക്റ്റഡ് ജോലിയേക്കാൾ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ജോലിയാണ്. ഒരു നാട്ടില് എന്ത് നടന്നാലും അതിനൊരു റെസ്പോൺസിബിലിറ്റീസ് പോലീസുകാർക്ക് ഉണ്ടായിരിക്കും. ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും നമ്മുടെ ലൈഫിലെല്ലാം നല്ല നിമിഷങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും. ദാറ്റ്സ് വൈ ഐ വാണ്ട് ടു ക്വിറ്റ്. നൗ വാട്ട് ഈസ് മൈ ന്യൂ ഡ്രീം? ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇതൊന്നും നടക്കണ കാര്യമല്ല, നീ വേറെ എന്തെങ്കിലും നോക്കുക.
ഇതേ സെയിം റെസ്പോണ്ട് തന്നെയായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു. എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ? ഇത് ഒരു സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുന്ന ഒരു ഫീൽഡാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലും ആരുമില്ല, താഴെയും ആരുമില്ല. നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ കണ്ടന്റും നമ്മുടെ ഐഡിയയും നല്ലതാണ് വെച്ചെങ്കിൽ ഇത് സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 മാസമായി. അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ നോക്കുകയാണ് വെച്ചെങ്കിൽ ഞാൻ ഓരോ വീഡിയോസും എൻ്റെ ഓരോ ഫിയേഴ്സും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് പബ്ലിക് ഹ്യൂമിലിയേഷൻ. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് നമ്മളെ പറയും, അല്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് മോശം പറയും, അവരെന്ത് വിചാരിക്കും, അവർ എന്നെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ പോവുക, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നോ ബഡി കെയർ. നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ അത് കെയർ ചെയ്യുന്നേ ഇല്ല. എല്ലാവരും അവരുടെ ലൈഫിൽ ബിസിയാണ്. രണ്ടാമത്തെ കാര്യമാണ് ഓരോ വീഡിയോസും ഓരോ ലേണിംഗ് പ്രോസസ്സാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് സെൽഫ് ഇംപ്രൂവ്മെന്റും എൻ്റെ പേഴ്സണൽ തോട്ട്സുമാണ്. നിങ്ങൾക്ക് തുടർന്ന് എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സജഷൻസും പറയാവുന്നതാണ്. ഞാൻ ഇതിൽ പുതിയതായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ പ്ലാൻ? 3 വർഷത്തിനുള്ളിൽ ഒരു സെൽഫ് ബ്രാൻഡ് ഉണ്ടാക്കി വരണം. മേ ബി ഇത് സക്സസ് ആവാം, ഫെയിലിയർ ആവാം. ഫ്യൂച്ചർ ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ ഞാൻ പൃഥ്വിരാജൊന്നല്ല. ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജോലിയാണ്. ഞാൻ ചെയ്യുന്ന ജോലി ഒരിക്കലും എനിക്കൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു ആഗ്രഹങ്ങളും തോട്ട്സുമാണ്. ഫൈനൽ മെസ്സേജ് ടു എവരി വൺ. നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ഒരു 9 to 5 ജോബിന്റെ കാലമെല്ലാം കഴിഞ്ഞുപോയി. പുതിയ ടെക്നോളജികൾ വന്നതോടുകൂടി എയിം ചെയ്യാനുള്ള പുതിയ മാർഗങ്ങൾ വന്നതാണ്. ഒരു ജോബ് കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി വെൽത്ത് കണ്ടെത്തുക എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദിസ് വീഡിയോ ഈസ് നോട്ട് അബൌട്ട് ക്വിറ്റിംഗ് മൈ ജോബ്. This video is me choosing myself.